ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് നല്ലൊരു ചിക്കൻ കബാബ് റെസിപ്പി നിങ്ങളൊട്ടിಗೆ ഷെയർ ആക്കിയിട്ടുള്ളേ. ഒരേപോലത്തെ കബാബ് തിന്നിട്ട് ബോറായിട്ടിരുന്നെങ്കിൽ ഇന്നൊരു അടിപൊളി കബാബ് റെസിപ്പി നോക്കൂ. കബാബ് പൗഡർ യൂസ് ആക്കിയിട്ട് ഞാൻ ഹോം മെയ്ഡ് ಇದಕ್ಕೆ ಮಸಾಲ ರೆಡಿ ಆಕಿಟ್ಟು ನಾನು ಇಂದು ನಲ್ಲೊರು ಟೇಸ್ಟಿ ಅನಿಕೈತೆ ಕಬಾಬ್ ಹಾಕಡೆ ಹೆಂಗನ ಹಾಕಡೆ ಚೆಂತ ನಾನು ಇನ್ನത്തെ ವಿಡಿಯೋ ನೀವು ಸ್ಕಿಪ್ ಹಾಕಂಟು ಲಾಸ್ಟ್ ತೋಲು ನೋಕೋರು. ഫസ്റ്റ് ഞാൻ ഈ കബാബ് ആക്കുമ്പോൾ 10 ഉണക്ക മുളക് എടുത്തോണ്ട് ಇದಕ್ಕೆ തന്നി നല്ല പായ്ച്ചൽ പിന്നെ ഞങ്ങൾ ഈ മുളക് ಬೇನಾಯ್ತರ തന്നി വീത്തി കൊടുക്കണം. ನಾನು ಇನ್ನೊಡೆ 1/2 kg ചിക്കൻ കബാബിൻ്റെ റെസിപ്പി നിങ്ങളൊട്ടിಗೆ ഷെയർ ആക്കിയിട്ടുള്ളേ. ಅದಕ್ಕಾയിട്ട് ನಾನು 10 മുളക് എടുത്തോണ്ട് 1/2 kgക്ക് നിങ്ങൾ ಯಾರು ಮತ್ತೆ ಹಾಕಡಾರಂತ ಕಂಡೆಂಗೆ ಕ್ವಾಂಟಿಟಿ ತೆಲ್ಲಿ ಯಾರು എടുത്തോണ്ടെങ്കിൽ ಆಯ್ತು. ಇನ್ನಿದು ಫುಲ್ಲು ಚಪ್ಪೆ ಆವನು അതിൽ പിന്നെ ഇതിലെടുത്തിട്ട് ഗ്രൈൻഡ് ആക്കണം. ನೆಕ್ಸ್ಟ್ ನಾನು ಚಿಕನ್ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿಬೇಕು. 1 ಟೀ ಸ್ಪೂನ್ ಇಂಜಿ ಬೆಳ್ಳುಳ್ಳಿ ಪೇಸ್ಟ್, 3 ടേബിൾ സ്പൂൺ മോര് എടുത്തോണ്ട് അതിൽ പിന്നെ 1 ടേബിൾ സ്പൂൺ ലിംബെയുടെ തന്നി. ലിംബെയുടെ ബദലിക്ക് നിങ്ങൾക്ക് വെനിഗർ ಬೇನೆಂಗೆ ಆ್ಯಡ್ ಆക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി, അതിൽ പിന്നെ ടേസ്റ്റിಗೆ ಬೇನಾಯ್ತರ ಉಪ್ಪು. ഇത്ര ഇട്ടിട്ട് സരിയായിട്ട് മിക്സ് ആക്കുക. ನಾನಿവിടെ 1/2 kg ಚಿಕನ್ എടുത്തോണ്ട് ಇದರೆಲ್ಲ ಇಟ್ಟಿಟ್ಟು ನಾನು ಮ್ಯಾರಿನೇಟ್ ಹಾಕಿ ಬೇಕಡೆ. ಇದು ನಂಗೆ 1/2 hour ഇല്ലെങ്കിൽ 1 hour ആയെങ്കിൽ ഇങ്ങനെ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿ ಬೇಕೋನು. അതിൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ മസാല ഗ്രൈൻഡ് ആക്കിയത് പിന്നെ ഞങ്ങൾ ഒരു തെൽ നേരം വെച്ച് ಮ್ಯಾರಿನೇಟ್ ಹಾಕಿ ಹೆಂಗೆ ಮೈಯೋಡು എന്നിതിപ്പോൾ നോക്കോളൂ സരിയായിട്ട് മിക്സ് ആയിട്ട്. എന്നിട്ട് ನಾನು 1 hour ಮ್ಯಾರಿನೇಟ್ ಹಾಕಿ ಬೇಕರೆ. നിങ്ങൾക്ക് ಟೈಮ್ ಇಲ್ಲ ಅಂತ ಕಂಡೆಂಗೆ ഒരു 1/2 hour ಆയെങ്കിൽ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿ ಬೇಕೋರು. എന്നിത് ಕೂಡ ನಾನು ഗ്രൈൻഡ് ಹಾಕೋಗು ചെറിയ പീസ് ಕೆತ್ತೆ, ಜಂಡು ಲವಂಗ, 1 ಎಳ್ತರಿ, 1 ಟೀಸ್ಪೂನ್ ಬಡಿಸೊಪ್ಪು, 1 ಟೀಸ್ಪೂನ್ ನಲ್ಲೆ ಮೊಲವು, 1 ಟೀಸ್ಪೂನ್ ಕೊತ್ತಂಬರಿ, 1/4 ಟೀಸ್ಪೂನ್ ಜೀರಗ, ತೆಲ್ ಕಸೂರಿ ಮೇಥಿ 1 ಟೀಸ್ಪೂನ್ ಎತ್ತಾರೆ. പിന്നെ തെല്ല് ಬೇವು ಚೊಪ್ಪು എടുത്തോണ്ട് ಬೇವು ಚೊಪ್ಪು ഞങ്ങളുടെ ഹെൽത്ത്ക്ക് ഭാരീനല്ലേ. ഞങ്ങൾ എല്ലാ കറിക്ക് എന്തിർത്തുക ഞങ്ങൾ യൂസ് ആക്കിയെങ്കിൽ ഞങ്ങളുടെ ഹെൽത്ത്ക്ക് ആവട്ടെ ഞങ്ങളുടെ തലയുടെ മുടിക്കാവട്ടെ ഭാരീനല്ലേ. ഇനി ഇതെല്ലാത്തിനാണ്ട് ചെറിയ മിക്സി ജാർക്ക് ഇട്ടോണ്ടില്ലേ. അതിൽ പിന്നെ അതേ മിക്സി ജാർക്ക് ഞങ്ങൾ മുളക് നനച്ച് വെച്ചത് ഇടണം. ഇത് നോക്കോറും നനച്ച് വെച്ചിട്ടാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് ഫുള്ള് ചപ്പാവണം. അതിൽ പിന്നെ ഞങ്ങൾ ഇത് ഗ്രൈൻഡ് ആക്കുമ്പോൾ യൂസ് ആക്കണം. ഇത് എത്ര ഒരു സോഫ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ വന്നാവും. നിങ്ങൾ ഇങ്ങനെ വെച്ച് തന്നിക്ക് ബീത്താണ്ടിട്ട് പിന്നെ ഡയറക്റ്റ് യൂസ് ആക്കുക. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ വെച്ച് തന്നിക്ക് ഇട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടേക്കൊണ്ടില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞങ്ങൾ കബാബ് ആക്കിയത്. ഇതിനകത്ത് ഗ്രൈൻഡ് ആക്കുമ്പോൾ തെൽ തണ്ണി വീത്തണം. അത് മുളക് നെഞ്ച് വെച്ചിരുന്നല്ലേ അതേ തണ്ണി വീത്തിയിട്ട് ഇതിൽ നൈസായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് റെഡി ആക്കുക. ഇപ്പോഴത്തെ ചിക്കനും നല്ല ಮ್ಯಾರಿನೇಟ್ ആയിട്ട് ഞാൻ 1 hour ಮ್ಯಾರಿನೇಟ್ ಹಾಕಿದೆ. ഞങ്ങൾ ചിക്കൻ എത്ര ಮ್ಯಾರಿನೇಟ್ ಹಾಕಿ ಬೇಕಡೆ അത്ര നല്ല ടേസ്റ്റ് ആവും. ഇപ്പോൾ ഇത് നമുക്ക് നൈസായിട്ട് പേസ്റ്റ് ആയിട്ട് ഈ പേസ്റ്റ് ഞാൻ ಅದಕ್ಕೆ ഇട്ടോണ്ടില്ലേ. ഇന്ന് ആരെല്ല ನನ್ನ ಚಾನಲ್ಗೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಂಟು വീഡിയോ നോക്കിയിട്ടുള്ളത് പ്ലീസ് ഇപ്പമേ പോയിട്ട് സബ്സ്ക്രൈബ് ಹಾಕೋರು. ಅದರ ಮುಟ್ಟತ್ಲಲ್ಲೇ ಬೆಲ್ ಬಟನ್ ಕ್ಲಿಕ್ ಹಾಕಿಂಗೆ ನಾನು ಇಡ್ರೆ ವೀಡಿಯೋತೆ ಫಸ್ಟ್ ನೋಟಿಫಿಕೇಶನ್ ನಿಂಗೆ ಬಂದು. ನೆಕ್ಸ್ಟ್ ಇದಕ್ಕೆ ನಾನು 2 ಟೇಬಲ್ ಸ್ಪೂನ್ ಕಾರ್ನ್ಫ್ಲವರ್ ಪೌಡರ್ ಆ್ಯಡ್ ಹಾಕಿಕೊಂಡಿರಲೇ. നിങ്ങൾക്ക് ಕಾರ್ನ್ಫ್ಲವರ್ ಪೌಡರ್ ಬದಲಿಗೆ ಮುಟ್ಟೆ ಬೇನೆಂಗೆ ಆ್ಯಡ್ ಹಾಕ. ನಾನಿപ്പോൾ ഇത് കൂടെ മുട്ട ആഡ് ആക്കില്ലേ. മുട്ടയുടെ ബദലിಗೆ 2 ടേബിൾ സ്പൂൺ ಕಾರ್ನ್ಫ್ಲವರ್ ಪೌಡರ್ ಆ್ಯಡ್ ಹಾಕಿಟ್ಟು ಮಿಕ್ಸ್ ಹಾಕಿಕೊಂಡಿರಲೇ. ಹಂಗಾದ್ರೆ ಕಬಾಬ್ ಪೌಡರ್ ಕೊರನಿಟ್ಟು ಕಬಾಬ್ ಹಾಕಡೋದಕ್ಕೂ ನಂಗೆ ഇങ്ങനെ ഹോം മെയ്ഡ് ഇങ്ങനെ മസാല ആക്കിയിട്ട് കബാബ് ആക്കടേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതൊരുക്ക മാത്രം ട്രൈ ആക്കോರು. ട്രൈ ആക്കിയാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മെപ്പോസ കബാബ് ആക്കുവച്ച് നിങ്ങൾക്ക് അത്ര നല്ല ടേസ്റ്റ് ആവും. ഇനി ഇതിൽ ഞാനിവിടെ ഒരു 15 minutes ಮ್ಯಾರಿನೇಟ್ ആക്കി വെക്കട്ടെ. ചുമ്മ നേരം ಮ್ಯಾರಿನೇಟ್ വെക്കില്ല. ഒന്നവിടെ 1/4 ಗಂಟೆ ಮ್ಯಾರಿನೇಟ್ ആയി പിന്നെ എന്നെ നല്ല കാഞ്ഞിൽ പിന്നെ ചിക്കൻ പീസ് ഇട്ടിട്ട് ഫ്രൈ ആകുക വെച്ചിട്ടില്ല. ചിക്കൻ കബാബ് ആക്കുക ഒന്നിക്കും നിങ്ങൾക്ക് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നല്ല വെച്ചാൽ പിന്നെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞങ്ങൾ കബാബ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് ഞങ്ങൾ കബാബ് ആക്കിയിട്ട് എടുക്കുകയുള്ളൂ. ഇനി ഇത് ഒരു സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് ടർൺ ആക്കിയിട്ടിട്ട് ഇന്നൊരു സൈഡ് സಹ സെയിം അതേപോലെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ മസാല ആക്കിയിട്ടുണ്ടല്ലേ ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കിയിട്ട് വെക്കാം. ഒരു തിങ്കളെല്ലാം വെച്ചെങ്കും എന്തും ಬೆಳಕಾവില്ല. ഒരു തിങ്കൾ തോന്നും ഞങ്ങൾ ഇങ്ങനെ മസാല ആക്കിയിട്ട് ഞങ്ങൾ കബാബ് എല്ലാം ആക്കാം. ഇതേ മസാലയിൽ മീനും ഫ്രൈ ആക്കാം നല്ല ടേസ്റ്റ് ആവും. ഇനി ഇത് നോക്കൂ 2 സൈഡ് സಹ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് ഓവറായിട്ട് മസാല എന്ത് ഇതിൽ കോട്ടിങ് ഇല്ലേ. ಕೋಟಿಂಗ್ ಯಾರ ಬೇನುಂಟೆಂಗೆ നിങ്ങൾ ಕಾರ್ನ್ಫ್ಲವರ್ ಪೌಡರ್ ತೆಲ್ಲಿ ಯಾರು ಆ್ಯಡ್ ಹಾಕಿಯಂಗೆ ಆಯ್ತು. ಇದಕ್ಕೆ ಯಾರ ಕೋಟಿಂಗ್ ಬೇನುಂಟೆ ಇಲ್ಲ ഇങ്ങനെയുമേ തിന്നോക്കൂ നല്ല ടേസ്റ്റ് ആവും. നല്ല ക്രിസ്പി ആയിട്ടും മിക്കട്. നിങ്ങൾ ഈ മസാല ആക്കിയിട്ട് മാത്രം കബാബ് ആക്കിയാറുണ്ട് കണ്ടെങ്കിൽ മറക്കണ്ടിനൊക്കെ കമൻസിൽ ഫീഡ്ബാക്ക് തരിപ്പാട്ടോರು എങ്ങനെ ആയിട്ട് ചെന്ന്
ഉഴിഞ്ഞ പീസിൽ സಹ ಸೇಮ್ അതേപോലെ ನಾನೆಲ್ಲ ಫ್ರೈ ಆಕಿಟ್ಟು എടുക്കಡೆ അങ്ങോട്ട് ഞങ്ങൾ കബാബ് പൗഡറെല്ലാം എടുത്ത വണ്ടി ബദൽ ഇങ്ങനെ ഞങ്ങൾ മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ആക്കി വെച്ചെങ്കിൽ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് എനിക്കത്തെ കബാബ് ആക്കിയിട്ട് എടുക്കാം ഇത് തിന്നുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ രണ്ട് ഈ കബാബ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് പേർക്കിടെ ഇഷ്ടമായിട്ട് കണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആക്കോರು അങ്ങനെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ ആക്കോರು ഇനി ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോത്തിൽ കിട്ടുക.